ഹായ് ഓൾ, ഇന്നത്തെ ഇൻകം ടാക്സിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. ഇതിൽ പല ടൈപ്സ് ഓഫ് ഇൻകം തന്നിട്ടുണ്ട്. മറു സൈഡിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇൻകം ആർക്കൊക്കെ ടാക്സബിൾ ആണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകം അത് റെസിഡൻ്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും ടാക്സ് കൊടുക്കണം. ഓക്കെ, അവർക്ക് 3 പേർക്കും അത് ടാക്സബിൾ ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. അടുത്തത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഇന്ത്യയിൽ റിസീവ് ചെയ്തതല്ല, പക്ഷേ ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത്. ആദ്യത്തെ ശരിക്കും ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകം തന്നെയാണ്. അത് റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. അടുത്ത പറയുന്നത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ആക്ച്വലി അത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകം ആണെന്ന് പറയുന്നില്ല, പക്ഷേ അത് ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഇൻകം ആണ്. അതുകൊണ്ടാണ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയണം. അതും 3 പേർക്കും ടാക്സബിൾ ആണ്. ഓക്കെ, ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ, അതും 3 പേർക്കും ടാക്സബിൾ ആണ്. റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. ഓക്കെ, എന്താണ് ഇൻകം അറൈസസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലാണ് ഇൻകം അറൈസ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇൻകം ഈസ് സെഡ് ടു ബി അറൈസ് വെൻ ദ അസസി ഒബ്റ്റൈൻസ് ദ റൈറ്റ് ടു റിസീവ് ഇറ്റ്. അതായത് ഒരു അസസിക്ക്, ഒരു ഇൻഡിവിജ്വലിന് ആ ഇൻകം കിട്ടാനുള്ള റൈറ്റ് കിട്ടുമ്പം, ഓക്കെ, ആ ഇൻകം റിസീവ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുമ്പോൾ അത് എന്തായി കണക്കാക്കപ്പെടും? ഇൻകം അറൈസസ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, ഫോർ എക്സാമ്പിളിന് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നൊരു കേസിൽ അവിടെ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല, പക്ഷേ ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രീവിയസ് ഇയറിൽ അറൈസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഏൺ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കും. ഓക്കെ, അതാണ് ഇൻകം അറൈസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അത് എല്ലാവർക്കും, റെസിഡൻറ്റിനും നോട്ട് ഓൺ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ. അതും എന്താണ്, നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അത് ഇന്ത്യയിൽ അറൈസ് ചെയ്ത ഇൻകം ആണ്. അത് ഹാസ് ആക്ച്വലി നോട്ട് അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ. ആക്ച്വലി അത് ഇന്ത്യയിൽ അറൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അക്രൂഡ് ചെയ്തിട്ടില്ല ഇൻകം, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അത് ഇന്ത്യയിൽ അറൈസ് ചെയ്തതായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്ന് പറയണത്. അതിൽ ചില എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉള്ള ഏതെങ്കിലും ബിസിനസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻകം, അത് ഈ പറയുന്ന ഇൻകം ഡീംഡ് ടു അറൈസസ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അതുപോലെ ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് ഇൻകം ഏൺ ചെയ്തത്, കാരണം വർക്ക് നടന്നിട്ടുള്ള ഇന്ത്യയിലാണ്. ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണ് പക്ഷെ റിസീവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെ, വർക്ക് നടന്ന ഇന്ത്യയിലാണല്ലോ, ഇൻകം ഏൺ ചെയ്തത് ഇന്ത്യയിലാണ്, റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലും. അപ്പോൾ അതെന്താ, ഇൻകം ഡീംഡ് ടു അറൈസസ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതൊക്കെ ഇൻകം ഡീംഡ് ടു, ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഇല്ല. അതായത് ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതൊക്കെ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുന്ന 4 ടൈപ്സ് ഓഫ് ഇൻകം ആണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഈ 4 ടൈപ്പ് ഓഫ് ഇൻകം ഓർക്കുക, എല്ലാവർക്കും ടാക്സബിൾ ആണ്. റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ 4 ടൈപ്പ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്? 4 ടൈപ്പ് ഓഫ് ഇൻകം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അത് പിന്നെ ഒന്നും നോക്കാതെ ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകം ആണെങ്കിൽ. ഇനി ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നാൽ ഇന്ത്യയിൽ ആക്ച്വലി റിസീവ് ചെയ്തിട്ടില്ല, പക്ഷേ റിസീവ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഇൻകം, അതും എല്ലാവർക്കും ടാക്സബിൾ ആണ്. പിന്നെ ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ, അതിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്യൂ ആയിട്ടുണ്ട്. ഡിബഞ്ചറിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? ഇൻകം
അറൈസ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻകം ഇന്ത്യയിൽ ഏൺ ചെയ്തതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുക. ഓക്കെ, നാലാമതാണ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ? ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, സാലറി ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ കേസുകളൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് ഇൻകം റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. ഓക്കെ, അടുത്ത 5ാമത്തെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറമേ നിന്നുള്ള ബിസിനസ്സിൻ്റെ അല്ലെ പ്രൊഫഷൻ്റെ ഇൻകം. ഓക്കെ, ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് ഓർക്കണം. ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. പക്ഷേ അതിൻ്റെ കൺട്രോളിങ് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണെങ്കിൽ. ഓക്കെ, പക്ഷേ ഇൻകം എവിടെ നിന്നാണ്? ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ അതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളും ഇന്ത്യയുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയാകുന്ന കേസിൽ അത് റെസിഡൻറ്റിനും അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്ന കേസിൽ, ആ ടൈപ്പ് ഓഫ് ഇൻകത്തിൻ്റെ കേസിൽ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും അത് ടാക്സബിൾ ആണ് ആ ഇൻകം. നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല. അതുകൊണ്ടാണ് നോട്ട് ടാക്സബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഓർ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ ഇൻകം ആണ്. ബട്ട് കൺട്രോൾഡ് ഫ്രം എവിടെ നിന്ന് തന്നെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തു നിന്ന് തന്നെയാണ് കൺട്രോളിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആ കേസിൽ റെസിഡൻറ്റിനും മാത്രമാണ് ടാക്സബിൾ ആയിട്ടുള്ളത്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. അപ്പോൾ 5ാമത്തെ 6ാമത്തെ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. 5ാമത്തെ എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ബട്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണത്. 6ാമത്തെ എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ തന്നെയാണ്, ബട്ട് കൺട്രോൾഡ് ഫ്രം എന്ത് തന്നെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ആ കേസിൽ ആർക്ക് മാത്രമേ ടാക്സ് ഉള്ളൂ? 6ാമത്തെ കേസിൽ റെസിഡൻറ്റിന് മാത്രമേ ഉള്ളൂ, നോട്ട് ഓൺ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. അടുത്ത് ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ. മറ്റെല്ലാ ഇൻകംസും ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള അത് ആർക്ക് മാത്രമേ ടാക്സബിൾ? റെസിഡൻറ്റിന് മാത്രമാണ്, നോട്ട് ഓൺ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ഏർലിയർ ഇയേഴ്സ്. ഓക്കെ, ഏർലിയർ ഇയേഴ്സ് ബട്ട് ലേറ്റർ ഓൺ റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് ഇൻകം റിസീവ് ചെയ്തു അല്ലെങ്കിൽ അറൈസ് ചെയ്തു ഔട്ട്സൈഡ് ഇന്ത്യയിൽ പ്രീവിയസ് ഇയേഴ്സിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ അറൈസ് ചെയ്ത ഇൻകം, ബട്ട് ലേറ്റർ അതിന് ശേഷം അത് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തു, ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ആ കേസിൽ ആർക്കും ടാക്സബിൾ അല്ല. ഓക്കെ, റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ അല്ല. അപ്പോൾ ഈ കേസ് ഇത് നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും റെസിഡൻറ്റിൻ്റെ ടാക്സ് ലാബിലിറ്റി എന്താണ്? മാക്സിമം ആണ്. റെസിഡൻറ്റിനാണ് ഹൈ ടാക്സ് ലാബിലിറ്റി ഉണ്ടാവുക. നോൺ റെസിഡൻറ്റിന് ടാക്സ് ലാബിലിറ്റി മിനിമം ആയിരിക്കും. കാരണം നോൺ റെസിഡൻറ്റ് കുറേ കേസുകളിലൊന്നും എന്തല്ല നോട്ട് ടാക്സബിൾ ആണ്, അല്ലേ? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും ഇടയിൽ വരും. റെസിഡൻറ്റിനേക്കാളും കുറവാണ്, എന്നാൽ നോൺ റെസിഡൻറ്റിനേക്കാൾ കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് ലാബിലിറ്റി റെസിഡൻറ്റിനാണ് ഹൈ ആയിട്ടുണ്ടാവുക. ഏറ്റവും കുറവ് ടാക്സ് ലാബിലിറ്റി ആർക്കാണ്? നോൺ റെസിഡൻറ്റിനാണ് ഉണ്ടാവുക. ഇനി ഒരു കാര്യമാണ്, നമ്മൾ അസസ്സിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിപ്പോൾ റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും എന്താണ് ഈ പറയുന്ന ഇൻകംസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഫോളോയിങ് ഇൻകംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ആസ് ദേ ആർ എക്സംപ്റ്റഡ് ഇൻകം. ഈ ഇൻകംസ് ഒന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല. ഏതൊക്കെ ഇൻകംസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്? ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനി എന്നുള്ള ഡിവിഡൻറ്റ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇന്ത്യൻ കമ്പനി എന്നുള്ള ഡിവിഡൻറ്റ് ആണ് എടുക്കാൻ പറ്റാത്തത്. ഈ ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ഇൻകം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി.
ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. ഈ 6 ഇൻകം ഓർമ്മയുണ്ടാവണം. ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് റെസിഡൻ്റ് ആണെങ്കിൽ, നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിൽ, നോൺ റെസിഡൻ്റ് ആണെങ്കിലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതൊക്കെയാണ്? ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്നുള്ള ഡിവിഡൻഡ്, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ട്ണർഷിപ്പ് ഫേം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF, ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത്. ഫോളോയിങ് ആർ ദി ഇൻകംസ് ഓഫ് മിസ്സിസ് മായ ഫോർ ദ പ്രീവിയസ് ഇയർ 2018-19. ഇത് പഴയ പ്രീവിയസ് ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേ ഇൻകംസ് വന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഓക്കെ, 10,000. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ. ഇത് പറയുമ്പോൾ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഇൻകം ആണ് എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരണം. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ 30,000. ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ 40,000. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഇന്ത്യ 15,000. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട് 12,000. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ 50,000. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി 10,000. പാസ്റ്റ് അൺടാക്സഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 5,000. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സിസ് മായ. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻകത്തിൻ്റെ ഇൻകം എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇഫ് ഹീസ് റെസിഡൻറ്റ്, നോട്ട് ഓൺ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ഈ 3 കേസിലും, അതായത് മായ റെസിഡൻറ്റ് ആണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്, നോട്ട് ഓൺ റെസിഡൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, നോൺ റെസിഡൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഈ 3 കണ്ടീഷനിലും ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, അതായത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. അതായത് അതിൽ 4ാമത്തെ ടൈപ്പ് ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞത് ഇൻകം ഡീംഡ് ടു അറൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അറൈസ് ചെയ്തായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ എന്നൊക്കെ നാം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ആ കാറ്റഗറി ഓഫ് ഇൻകത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഇൻകം ആയതുകൊണ്ട് എല്ലാവർക്കും റെസിഡൻ്റ് ആണെങ്കിലും, നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. അപ്പോൾ 10,000 റെസിഡൻറ്റിൻ്റെ കുളത്തിലും, നോട്ട് ഓൺ റെസിഡൻ്റെ കുളത്തിലും, നോൺ റെസിഡൻ്റെ കുളത്തിലും എഴുതാം. കാരണം 3 പേർക്കും ഇപ്പം മായ റെസിഡൻ്റ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്, ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിൽ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ഇൻകം ഫ്രം മെനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇൻകം, അതിന് എന്താണ്, എല്ലാവരും റെസിഡൻ്റ് ആണെങ്കിലും, നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇൻകത്തിന് 30,000 ആണ് അതിൻ്റെ ഇൻകം എമൗണ്ട്. അപ്പോൾ അത് 3 കേസിലും അത് ടാക്സബിൾ ആണ്. അതുകൊണ്ടാണ് 30,000 30,000 30,000 എന്ന് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഏതായിരുന്നു ആ ഇൻകം, ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞിരുന്നു. ആ കേസിൽ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്ന് പ്രത്യേകം ഓർക്കണം. ആ കേസിൽ ആർക്കൊക്കെയാണ് ടാക്സബിൾ, റെസിഡൻറ്റിനും നോട്ട് ഓൺ റെസിഡൻറ്റുമാണ്. നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല, നോട്ട് ടാക്സബിൾ ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻകം എമൗണ്ട് എത്ര, 40,000. 40,000 ആർക്കൊക്കെയാണ് ടാക്സബിൾ ഉള്ളൂ, റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും. നോൺ റെസിഡൻറ്റിന് അത് ടാക്സബിൾ അല്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ട് ഉള്ളത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ കേസിൽ ആ ടൈപ്പ് ഓഫ് ഇൻകം എല്ലാവർക്കും ടാക്സബിൾ ആണ്. റെസിഡൻ്റ് ആണെങ്കിലും, നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. ഓക്കെ, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്.
ഓക്കെ, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്, അതായത് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ആണ് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട, അതായത് ടാക്സബിൾ അല്ലാത്തത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ അത് റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെന്താ, ഇംഗ്ലണ്ടാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഉണ്ടായിട്ടുള്ളത് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാ ഇൻകംസും ഇന്ത്യക്ക് ഔട്ട്സൈഡിലുള്ള എല്ലാ ഇൻകംസും നമ്മൾ ആർക്ക് മാത്രമാണ് ടാക്സബിൾ ആയിട്ടുള്ളത്, റെസിഡൻറ്റിന് മാത്രം. നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇൻകം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ, അത് ആർക്ക് മാത്രം ടാക്സബിൾ, റെസിഡൻറ്റിന് മാത്രമാണ്. നോട്ട് ഓൺ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ റെസിഡൻറ്റിന് മാത്രം 12,000 കാണിച്ചിരിക്കുന്നത്. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഉണ്ട്. ഓക്കെ, അത് എന്താണ്, ആർക്കും ടാക്സബിൾ അല്ല. അതുകൊണ്ടാണ് 3 കോളത്തിലും ബ്ലാങ്ക് ആയിട്ടുള്ളത്. അടുത്ത ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ കമ്പനി അല്ല, ഫോറിൻ കമ്പനി. ഓക്കെ, ആ ഫോറിൻ കമ്പനി നമ്മൾ ഈ കേസിൽ ആർക്ക് മാത്രമാണ്, ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ കാറ്റഗറിയിൽ വരുന്ന കൈൻഡ് ഓഫ് ഇൻകം ആണത്. അതായത് എല്ലാ ഇൻകംസ് ഇന്ത്യക്ക് പുറത്തുള്ളത്. അപ്പോൾ ഫോറിൻ കമ്പനി എന്നുള്ള ഡിവിഡൻഡ് ആർക്ക് മാത്രം, റെസിഡൻറ്റിന് മാത്രമാണ് ടാക്സബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ലാസ്റ്റത്തെ ട്രാൻസാക്ഷൻ പാസ്റ്റ് അൺടാക്സഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ആ കേസിൽ ആർക്കും ടാക്സ് ലാബിലിറ്റി ഇല്ല കേട്ടോ. റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് ലാബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിഡൻറ്റിന് ഏതൊക്കെയാണ് ടാക്സബിൾ ഉള്ളത്, നോട്ട് ഓൺ റെസിഡൻറ്റിന് ഏതൊക്കെയാണ് ടാക്സബിൾ, നോൺ റെസിഡൻറ്റിന് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആ നമ്മൾ പറഞ്ഞല്ലോ, എഴുതി വെച്ചല്ലോ എമൗണ്ടുകൾ, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ റെസിഡൻറ്റിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, 10,000 + 30,000 + 40,000 + 15,000 + 12,000 + 10,000 ചെയ്യാം. അതുപോലെ നോട്ട് ഓൺ റെസിഡൻറ്റിനെ ചെയ്യാം, നോൺ റെസിഡൻറ്റിനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ബോക്സിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഡിഫറെൻറ്റ് ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം. ഏതൊക്കെ ഇൻകത്തിന് ആർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ളത് പഠിച്ചിരിക്കണം, എന്നാലാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ഓക്കെ.